ഹലോ ഗേൾസ്, വേറൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആ ബ്ലോക്ക് സ്പോർട്സിൻ്റെ PvP അമൗണ്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട്. എന്തായാലും അവനൊരു ലെവൽ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അവൻ 220 ലെവലാണ്. ഞാൻ ഇപ്പോൾ എന്തിനാണ് 76 ലെവലുള്ള അക്കൗണ്ടിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻ്റെ മറ്റേ അക്കൗണ്ടിലാണെങ്കിൽ 1 ടാപ്പ് വയ്ക്കും അവൻ. അതുകൊണ്ടാണ് ഈ അക്കൗണ്ടിൽ വന്നത്. ഞാൻ എന്തായാലും തോക്കും ഇതിൽ. ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം, എന്തായാലും ഉറപ്പാണ് ഞാൻ തോക്കുമെന്ന് കേട്ടോ. എന്തായാലും അവനും കയറിയിരിക്കണം. കണ്ടില്ല, ബ്ലേഡ് ഫ്രൂട്ടാണ്. നമ്മൾ കോമൺ വെച്ചിട്ടാണ് കേട്ടോ ബാറ്റിൽ ചെയ്യണത്. അവൻ്റെ കയ്യിൽ ഈ ലൈറ്റൊക്കെ ഉണ്ടാകും, പക്ഷെ കഴിച്ചിട്ടില്ല അത്. പക്ഷെ കോമൺ വെച്ചാണ് ബാറ്റിൽ ചെയ്യുന്നത് നമ്മൾ. ഞാൻ സ്മോക്ക് ഉപയോഗിക്കുന്നു, അവൻ ഈ ബ്ലേഡ് ഉപയോഗിക്കുന്നു. എന്തായാലും അവൻ്റെ വോയിസ് ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ചെയ്യൂ. ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ ചെയ്യണ കേട്ടോ, അതുകൊണ്ട് അവൻ്റെ വോയിസ് കേൾക്കാൻ പറ്റത്തില്ല. ഓക്കെ അവസാനമാകുമ്പോൾ നല്ലവണ്ണം കുറവാക്കും. അവൻ്റെ ഈ ഹെൽത്ത് എത്രയോ കുറവാണ്. അവൻ്റെ ഹെൽത്ത് എത്രയോ 800 എത്രയേ ഉള്ളൂ. എൻ്റെ ഹെൽത്ത് ഉണ്ടോ 250. എനർജി ആണെങ്കിൽ 500. നല്ലതാണ്. എനർജി വെച്ച് എനിക്കാണ്ടോ അഡ്വാൻറ്റേജ്. എനേബിൾ ഞാൻ മറന്നുവരെ പോയടാ എനേബിൾ VP ചെയ്യാൻ. ഞാൻ മറന്നു തന്നെ പോയി എനേബിൾ VP ചെയ്യാൻ. ഇല്ലെങ്കിൽ ഞാൻ ചാവേണ്ട സമയം കഴിഞ്ഞു. എൻ്റെ എനർജി ഉണ്ടല്ലേ നല്ല ലോ ആണ്. അവനെ ഡാമേജ് ഇരിക്കുമായിരുന്നെങ്കിൽ നല്ല ഹെൽത്ത് കൂടിയാണ്. ഓക്കെ, അപ്പോൾ അവനൊരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഒരു 20 റൗണ്ട് ജയിക്കണ ആളായിക്കോട്ടെ ജയിക്കണത് ആദ്യം. ഓക്കെ, അടിക്കാൻ പറ. അവസാനമാകുമ്പോൾ ഫൈറ്റൊക്കെ കുറേ നേരം ലോങ് ആയി അവനുണ്ടാവും. ഉറപ്പാ മോനെ. എന്നാലും വീഡിയോ അവസാനം വരെ കണ്ടിരിക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ അറിയാം കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലെന്ന്. എന്തായാലും അവനൊരു യൂട്യൂബ് ചാനലുണ്ട്. ഓക്കെ, എൻ്റെ സെലിബ്രേറ്റാണ്. അവനൊരു യൂട്യൂബ് ചാനലുണ്ട്, അതും പോയി നോക്കാൻ മറക്കരുത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ കൊടുക്കണമായിരിക്കും. പിന്നെ അതിനു മുമ്പ് എൻ്റെ സബ്സ്ക്രൈബർ ആവണം കേട്ടോ. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവൻ്റെ പോയിക്കോ. അവൻ ഇതുവരെ റോബ്ലോക്സിനായിട്ടുള്ള കോണ്ടൻ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഫുൾ എഡിറ്റ്സ് ആണ്, ഫുട്ബോളിൻ്റെയൊക്കെ എഡിറ്റാണ്. അപ്പോൾ അതിന് താല്പര്യമുള്ളവർക്ക് ഉണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് പോയേക്കാം. ഓക്കെ, എനിക്ക് ഷാർക്ക് കിട്ടി കേട്ടോ ഈ അക്കൗണ്ടിൽ. പറയാം, ഞാൻ കയറുന്ന എല്ലാ അക്കൗണ്ടിലും എനിക്ക് ഷാർക്കാണ്. ഓ ഷേ, 2 വിൻസാണ് കേട്ടോ. തീരണത് 20-ലാന്ന് തോന്നുന്നു. 2 വിൻസാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് അത് ഈ ഗ്രൈൻഡ് ചെയ്ത് 76 ലെവൽ വരെ ആക്കിയേക്കുവാണ്. അത് തിരിച്ച് വായിക്കരുത്, 76 തന്നെ വായിക്കണം. ഓക്കെ, ഇപ്പം അവസാനമാകുമ്പോൾ ആകെ ഇതാവും. എന്തായാലും നിങ്ങൾ അവിടം വരെ കാണും. ഇപ്പം കുറേ ഓക്കെ കണ്ടില്ലേ, എനിക്കിതാ പ്രശ്നം. എനർജിയൊക്കെ ഉപയോഗിക്കാൻ കുറേ ഇത് വേണ്ടി വരും. അപ്പം ഞാൻ ചാവണ്ടയാണ്. എന്താ ചാവാത്തെന്ന് അറിഞ്ഞൂടാ. പക്ഷേ മിസ്സായി. അതൊക്കെ PvP വേണമല്ലായിരുന്നടാ. വെറുതെ അല്ല ഞാൻ ചാവാണ്ടിരുന്നത്. ഞാൻ ഇപ്പോഴും ആലോചിക്കും ചാവാത്ത. കണ്ടില്ലേ, എനിക്ക് എയർ ജമ്പൊന്നും ഇല്ല കേട്ടോ. അവൻ 220 ലെവലാ. അങ്ങനെയാണെങ്കിലും അധികമൊന്നും അറിഞ്ഞൂടോ. ബ്ലോക്ക് സ്പോർട്സിൽ തുടങ്ങിയിട്ട് അത്ര നാളൊന്നും ആയിട്ടില്ല, 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ അതായത് ഈ അക്കൗണ്ട് ആണെങ്കിൽ 2 ദിവസമായിട്ടുണ്ടാവും. ഇതും കൂടി കൂട്ടിയിട്ട് 3 ദിവസം. എന്നിട്ട് തന്നെ 76 ലെവലായി. അപ്പോൾ എന്ത് പറയാനാ. ഈ ദിവസം ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ടില്ലല്ലോ. ഗ്രൈൻഡ് ചെയ്തിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അന്ന് എനിക്ക് 2ാമത്തെ ദിവസം അത്രയും കുറവ് ലെവൽ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായതുകൊണ്ടാണ്. മറ്റേ ഞാൻ ഗ്രൈൻഡ് ചെയ്തില്ല അധികം. ബോം ഫ്രൂട്ടായിരുന്നു എനിക്ക്. എന്തായാലും നമുക്ക് മാച്ചിലോട്ട് പോയി. ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഓക്കെ, കളി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എൻ്റെ മെയിൻ അക്കൗണ്ടിൽ ഫ്രണ്ട് ആക്കണവർക്കൊക്കെ ഞാൻ യൂസർ നെയിം പറഞ്ഞുതരാം. ഹാക്കി 3263 എന്നാണ്. ഫ്രണ്ട് ആക്കേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ പോയേക്ക്. ഓക്കെ, ഈ അക്കൗണ്ടിന് കഴിഞ്ഞില്ല. എത്ര പെട്ടെന്ന് അവൻ കൊല്ലണമെന്ന്. എനിക്കെന്ത് പാടാന്നറിയോ, എൻ്റെ ബെസ്റ്റ് മൂവ് തന്നെ 400 ഒക്കെ ആകത്തുള്ളൂ. ഭയങ്കര കഷ്ടപ്പാടാണ്. ഇനിയും ഇവനായിട്ടുള്ള കോണ്ടന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ പറ, നമ്മൾ എന്തായാലും എടുക്കാം. ഇനിയും ഇങ്ങനത്തെ PvP ഇഷ്ടമാണെങ്കിൽ പറഞ്ഞേക്ക്. ലെവൽ ഡിഫറൻസ് ഭയങ്കര ഗ്യാപ്പാട്ടോ, കണ്ടില്ലേ.
എത്ര വിന്നായെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എത്ര വിന്നായെന്ന് അവന്. എനിക്ക് എത്ര വിന്നായെന്ന്. ഞാൻ ഒരു വട്ടം പോലും ജയിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നണത്. ഭയങ്കര കുറവാണ് ഞാൻ ജയിച്ചത്. പക്ഷെ ജയിക്കാൻ അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷെ അവനങ്ങോട്ട് ഓടിപ്പോവും. ഓക്കെ ഓക്കെ ശരി. 3, 2, 1 സ്റ്റാർട്ട്. ഗോ. ഓക്കെ. എൻ്റെ എനർജി ഭയങ്കര കുറവാണ് കേട്ടോ. കണ്ടോ 129 ഡാമേജ് ചെയ്തു. അപ്പോൾ തന്നെ ഓടി. അപ്പോൾ ഞാൻ ഓടി. എവിടെയാടാ ഇവൻ? ഷേ എടാ അവിടെയായിരുന്നോ? 47 ഡാമേജ് ഉണ്ട്. ഇവനെ അടിക്കാൻ പറ്റത്തില്ലേ ഇങ്ങനെ ഇരിക്കുമ്പോൾ? എനിക്കത് അറിഞ്ഞൂട കേട്ടോ. അവൻ കണ്ടില്ലേ എപ്പോഴും അങ്ങനെ ഇരിപ്പുണ്ട്. എനിക്ക് ഒരു ലാൻഡ് കറക്റ്റായി കിട്ടിയിട്ടാണെങ്കിൽ കൊള്ളാവും. എല്ലാം മിസ്സായി. ഒന്നുപോലും മേത്തോണ്ടൊന്നുമില്ല. പക്ഷേ നല്ല കോമ്പോനൊരു സമയം കിട്ടിയത്. കണ്ടോ കൊന്നു. ഒരു മാച്ച് ഉപയോഗിക്കാതിരിക്കുമ്പോൾ കൊന്നാളെ. അപ്പം എനർജി ഉണ്ടാവില്ല. അതാ പ്രശ്നം. ഒന്നും കൂടി കയറിയിരിക്കണം, എന്നാലേ തുടങ്ങത്തുള്ളൂ. തുടങ്ങിയോ? തുടങ്ങിയിട്ടില്ലല്ലേ? പക്ഷേ 3, 2, 1 സ്റ്റാർട്ട്. പൊളി സാധനം. ഓക്കെ ഗോ. 13 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ 100 സബ്സ്ക്രൈബർ ആക്കാനാണ് നോക്കണത്. ശേ ഷോ കണ്ടില്ലേ പെട്ടെന്ന് ചാവുക. അവന് ലെവലിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നിട്ട് വരെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ നന്നായിട്ട് ഇരിക്കണുണ്ടാവും. ഇപ്പം അധികം ഇരിക്കണുണ്ടാവില്ല. ഇത് കളിക്കുന്ന സമയത്ത് നല്ല ലാഗും ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യത്തിന് നല്ല ലാഗ് ഉണ്ടായിരുന്നു. മൂവൊന്നും വർക്കാവുണ്ടായിരുന്നില്ല. മൂവ്സ് ഈ മൊബൈലിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ ഈ യൂസ് എന്നൊക്കെ സ്ക്രീനിൽ നിന്നൊക്കെ വർക്കാവുണ്ടായിരുന്നില്ല. ഭയങ്കര പാടാണ്. മറ്റേ ലാപ്ടോപ്പിൽ കളിക്കുന്ന മാതിരി വെറുതെ ZX ഒന്നും അടിച്ചിട്ട് കാര്യമില്ല. ഞാൻ കോമ്പാക്റ്റ് ഉപയോഗിച്ചു. ഓക്കെ ഇവനും കോമ്പാക്റ്റ് തന്നെയാണ് കേട്ടോ. ഫൈറ്റിംഗ് സ്റ്റൈലൊന്നും മാറ്റിയിട്ടില്ല. ഇവനും കളിച്ചിട്ട് അത്ര നേരമൊന്നും ആയിട്ടില്ല. കുറവ് തന്നെയാണ്. കളിക്ക് അത്ര നന്നായിട്ടൊന്നും അറിഞ്ഞൂടാ. ഓക്കെ അവനപ്പം തന്നെ ഇരിക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ മരിച്ചല്ലേ. എന്താണ് PvP എന്താ എനേബിൾ ആവാണ്ടിരുന്നോ? സേഫ് ഫ്രണ്ട്ലി ആയിട്ട് മരിക്കൂലല്ലോ ഫ്രണ്ട്ലി ആയിട്ട്. ഇനി noob to proൻ്റെ പാർട്ട് എടുക്കണമെന്നുണ്ട്. അത് ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. noob to proൻ്റെ പാർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ 100th ലെവലാക്കാൻ വേണ്ടി. ഇതെല്ലാം അക്കൗണ്ട്, പക്ഷേ ഇതിൽ തന്നെയാണ് ഞാൻ കുറച്ച് ഗ്രൈൻഡ് ചെയ്യണത്. അതുകൊണ്ടല്ല. ഓക്കെ ഇതിലായിട്ട് പാർട്ട് കൊടുക്കും. ഞാൻ കുറച്ച് നേരം ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു 100 ലെവൽ വരെ ആക്കണവരെ noob to pro കളിക്കുന്നുണ്ടാവും. കണ്ടില്ലേ? പക്ഷേ ഒരു നല്ലൊരു ഇതാക്കിയതാണ്. പക്ഷേ വർക്കായില്ല. നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു അടിച്ചടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 8 minutes ആയി നമ്മൾ വീഡിയോയിലോട്ട് കയറിയിട്ട്. 20 minutes ലോങ് ആണ് വീഡിയോ. അത്യാവശ്യത്തിന് നല്ല ലോങ് ആണ്. നിങ്ങൾക്ക് എൻ്റർടൈൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയും ഇങ്ങനത്തെ PvP ആയിട്ടുള്ള കോണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. കണ്ടോ കോമ്പോസ് ഒക്കെ എടുക്കണുണ്ടോ? 384 ഡാമേജ്. 384 അല്ല 400 ഡാമേജ്. ഇവൻ എന്തോരമാണ് എനർജി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവൻ പറഞ്ഞു 2 എത്ര ഉള്ളൂ എന്നാണ് എനർജി. പക്ഷെ അടിക്കുന്ന ഡാമേജ് കൊണ്ട് ആരെങ്കിലും പറയുമോ? അല്ല ചാടാൻ പറ്റണ അത്രയും കണ്ട് ആരെങ്കിലും പറയുമോ? എൻ്റെ മെയിൻ അക്കൗണ്ട് ആണെങ്കിലൊക്കെ ഇവൻ തോറ്റിട്ടോ. അടുത്തോലെ എത്തത്തില്ല. ശേ കോമ്പോ ഒന്ന് മിസ്സായി. അത് നല്ല ഡാമേജ് എടുത്തു. കണ്ടോ കൊല്ലായിരിക്കുക. നന്നായിട്ട് അടുത്തിരിക്കുക. ശേ കൊല്ലായിരിക്കുമായിരുന്നു. പക്ഷെ ഓടിപ്പോയി. കഷ്ടം തന്നെ. നമ്മൾ പഠിച്ചു വരുമോ സ്മോക്ക് ഉപയോഗിക്കാനായിട്ട്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ വേറൊരു മാച്ച് കാണണമെന്നെനിക്ക് പറയാം കേട്ടോ. അടുത്തോടെ നമ്മൾ അൺകോമൺ ഫ്രൂട്ട്സ് വല്ലതായിട്ട് PvP ചെയ്യാം. അൺകോമൺ അല്ലെങ്കിൽ റെയർ ഫ്രൂട്ട്സ് വല്ലതായിട്ട്.
എന്തായാലും പറ PvP ആണെന്നുണ്ടെങ്കിൽ ഗുഡ് മാച്ച്, അല്ല മാച്ച് ഓവർ ഗുഡ് ഗെയിം. സ്മോക്ക് ഫ്രൂട്ട്, ഞാൻ സ്മോക്ക് ആവാൻ ബ്ലേഡാണ് ഉപയോഗിച്ചേക്കണത് കോമൺ ഫ്രൂട്ട് ബാറ്റലിൽ. അവനെന്തായാലും അതിലൊരു എഡ്ജ് ഉണ്ട് എന്ന് വെച്ചാൽ ബ്ലേഡ് സ്മോക്കിന് നല്ലതാണ്. ലോങ് റേഞ്ച് അല്ല, ബ്ലേഡാണെങ്കിൽ എല്ലാം അടുത്തുണ്ടാവണം. അപ്പോൾ ഒരു മൂവ് എന്തോളൂ ലോങ് റേഞ്ച്, അതും അത്ര റേഞ്ചൊന്നും ഇല്ല ആ മൂവിന്. കണ്ടോ, 1 ടാപ്പാ. കണ്ടില്ലേ എൻ്റെ ഇതെന്താ തീരാത്തത്? ഈ PvP എനേബിൾ ആവാത്തതുണ്ടോ? ഞാനിതൊരു വട്ടം പോലും ജയിച്ചിട്ടില്ലടാ. 76 ലെവലേ ഉള്ളൂ, അവന് 220 ഉണ്ട്, അതുകൊണ്ടായിരിക്കും. ഓക്കെ, ശേ 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 കാണില്ലേ, ലാഗൊക്കെ അടിക്കുന്നുണ്ട് നന്നായിട്ട്, അത്യാവശ്യത്തിന് ലാഗൊക്കെ അടിക്കുന്നുണ്ട്. നമ്മ ഇതിൽ കോമ്പാക്ട് വെച്ചിട്ടാണോ അടിക്കാമെന്ന് വിചാരിച്ചത്, അതാണ് അവൻ ഹാക്കി ഉപയോഗിച്ചിട്ട് തന്നെ അടിക്കണത്, കോമ്പാക്റ്റും വെച്ചിട്ട്. എന്നിട്ട് ഞാൻ തോക്കും, എനിക്ക് ഹെൽത്തില്ല ഇതിൽ. ഇതിലാണ് എനിക്ക് പിന്നെ ജയിക്കാൻ ചാൻസ് ഉണ്ടായത്. ഇതിലല്ല, വേറെ ഒരെണ്ണത്തിലുണ്ടായിരുന്നു. കണ്ടു എന്ത് കുറവാണ് എൻ്റെ ഹെൽത്ത്. കണ്ടില്ലേ, ഞാൻ വെച്ചു. അവൻ്റെ ഹെൽത്ത് എത്രയോ 800 എത്രയോ, അതാ പ്രശ്നം. ഞാൻ കുറേ അടിക്കേണ്ടി വരും അവൻ്റെ ഹെൽത്ത് പറയണമെന്നുണ്ടെങ്കിൽ. എൻ്റെ എന്തോ 200 ഉള്ളു, കണ്ടില്ലേ തോറ്റ്. തിന്നാൻ ചാവും മിക്കവാറും, എൻ്റെ ഹെൽത്ത് ഭയങ്കര കുറവാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഓ അത് കുറേ ചെയ്തായിരുന്നു. 277 ചെയ്തു ഡാമേജ്. ഇത് സ്റ്റാറ്റ് ആകെ മോശമൊക്കെ കിടക്കണ കേട്ടോ. 110 എത്രയോ ബ്ലോക്ക് ഫ്രൂട്ട്സിൽ, അത്രേ ഉള്ളൂ എനിക്ക്. ബാക്കിയെല്ലാം മേലയിലും ഡിഫൻസിലും എടുത്തേക്കണത്. കാണില്ല, പിന്നെ എന്തോ മാച്ച് ഓവർ ഗുഡ് ഗെയിം. ഇപ്പം ഇവന് എത്ര വട്ടം ജയിച്ചടാ? 10-15 വട്ടം ജയിച്ചിട്ടുണ്ടാവും. മേലിലൊന്ന് സ്കോർ കാണിച്ചെടുത്തേക്ക്. ഓക്കെ, ഫ്രണ്ട്ലി 1v1. ഓക്കെ, ശരി ശരി ശരി, കുറേ ഡാമേജ് ചെയ്തു. അവസാനത്തത് മിസ്സായി. സ്മോക്ക് സ്ലാം അത് മിസ്സായി പോയി, ഇല്ലെങ്കിൽ അടിക്കായിരുന്നു. അല്ലെങ്കിൽ ഈസി 600-700 പക്ഷേ 700 ഡാമേജ് ഒക്കെ അടിച്ചാൽ. കണ്ടു എന്ത് സിമ്പിളായിട്ടാണെന്ന് ഞാൻ തോക്കണത്. കഷ്ടപ്പാടാ. ഇത് മെയിൻ അക്കൗണ്ട് വല്ലാണെങ്കിൽ അവൻ എപ്പോഴേ തോക്കേണ്ടതാ. അവന് 1000 ലെവലാ, 1000 ലെവലായി മെയിൻ അക്കൗണ്ടിൽ. ഞാൻ ഗ്രൈൻഡ് ചെയ്യണമായിരുന്നു. ഓക്കെ, ഫ്രണ്ട്ലി 1v1. ഞാൻ ഒന്നും കൂടി ഇരിക്കേണ്ടി വരും. അവനൊന്നും കൂടി ഇരിക്കണം. ഓക്കെ, 3, 2, 1 സ്റ്റാർട്ട്. ഒരു സാരം ശരിയത്തു വെറുതെ മൂവിലൊക്കെ പിടിച്ചു വെക്കുന്നുണ്ടോ, പക്ഷെ വർക്കാകത്തില്ല പലപ്പോഴും. ഓക്കെ ഓക്കെ, കുറേ ചെയ്തു 600 ഡാമേജ്. മോനെ കൊണ്ടോട്ടോ ഓടാൻ തുടങ്ങും. ഇതാ പ്രശ്നം, ഇതാ കഷ്ടം തന്നെ. തോറ്റ് 600 ഡാമേജ് ചെയ്താ. ഒരു 200-300 ഡാമേജും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ തോറ്റാനെ, ഞാൻ ജയിച്ചേനെ. കണ്ടോ, ഇത്രയും കുറവ് ലെവലായിട്ട് തന്നെ ഞാൻ ഇത്രയും ഇതാക്കുക. അതാണ് പ്രൊഫഷണലിസം. ഓ ഓ ഏടാ, കുറേ ചെയ്തു പക്ഷെ തോറ്റു. ഡാമേജൊക്കെ ചെയ്യാനുണ്ട് പക്ഷെ തോറ്റു പോവുക, എന്തു പറയാനാ. അവനിപ്പോൾ എൻ്റെ ഒരേ ലെവലാണെങ്കിൽ എന്തായാലും ഞാൻ തോപ്പിച്ചേനെ കേട്ടോ. അത് കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല, എന്തായാലും ഞാൻ തോപ്പിക്കും മോനെ. ഓക്കെ, വെരി ഗുഡ്. തോറ്റു. ഞാനേ തോക്കണുള്ളൂ, അവൻ ഇതുവരെ തോറ്റിട്ടില്ല. അടുത്തൊരു PvP ആയിട്ട് വന്നെ ജയിക്കും. അതിൽ കേട്ടോ, ഞാൻ ജയിക്കും. അടുത്ത PvPയിൽ വരുമ്പോൾ ഞാനേ ജയിക്കുള്ളൂ, വേറെ ആരും ജയിക്കത്തില്ല. ഓക്കെ, പക്ഷെ എന്തുവാണിത്?
ഓക്കെ. കുറച്ചും കൂടി സ്കില്ലുണ്ടായിരുന്നെങ്കിൽ ഞാൻ തോപ്പിച്ചേനെ. സ്റ്റാറ്റ്സൊക്കെ മോശമായി കിടക്കും, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പറയാമായിരുന്നു. സ്റ്റാറ്റ്സൊക്കെ നല്ല മോശം. ഓ 100 ഡാമേജ്. പക്ഷെ രക്ഷപ്പെടറാ, മാച്ച് ഓവറായി. ഓക്കെ 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 ഗോ. ശേ കുറേ ചെയ്തറാ. കുറേ ഒന്നും ചെയ്തിട്ടില്ലല്ലേ, വെറും 200 ഡാമേജ് ചെയ്തിട്ടുള്ളൂ. മിസ്സായി. ഭയങ്കര ഇതാ, ലക്കില്ല എനിക്ക്. 3, 2, 1 സ്റ്റാർട്ട്. ഓക്കെ, ഇനി ഇങ്ങനത്തെ PvP ആണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മറക്കരുത് കേട്ടോ. ആ കോമ്പോ പൊളിയല്ലായിരുന്നാ അവനോടി. ഇതാ പ്രശ്നം പറ്റി, അടുത്തെത്തി തന്നെ ഇതിൽ കൊല്ലാനായിട്ട്. ഭയങ്കര അടുത്തെത്തിന്ന് വെച്ചാൽ ഭയങ്കര അടുത്തെത്തിയതാ, പക്ഷെ ഓടി കളഞ്ഞു. ഇവൻ എവിടെയാൻ തപ്പിക്കൊണ്ടിരിക്കുവാനാ ഈ സമയത്ത്. എന്നുവെച്ചാൽ അത്രയും പാടാ, അവനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നെ. കണ്ടോ, ചത്തേ. എന്ത് പറയാനാണ്, എൻ്റെയൊക്കെ ഒരു വിധി. അവനൊന്നും കൂടി കയറിയിരിക്കണം. 3, 2, 1 സ്റ്റാർട്ട്. 3, 2, 1 ഗോ ആണല്ലേ. ഓക്കെ, കിട്ടി. അത് മാത്രമേ പിന്നെ സ്റ്റണ്ണായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അത് വർക്കായില്ലാമോ? ശേ, എവിടെ പോയി കിടക്കുമോ? ഓക്കെ ഓക്കെ, ഒന്നും കൂടി അങ്ങോട്ട് പോയോ? ഓക്കെ, സ്മോക്ക് എന്തുവാടാ, PvPക്ക് അത്ര പോരാ. ചിലപ്പോൾ നല്ലതായിരിക്കും എന്ന് വെച്ചാൽ ഇത്ര ലെവലായിട്ടും ഞാൻ ഇത്രയെങ്കിലും പിടിച്ചു വെക്കണില്ലേ, തോക്കാണ്ട് 600 ഡാമേജ് കിട്ടാണ്ട്. ഈ അക്കൗണ്ടിൽ എനിക്ക് തീരെ ബൗണ്ടി ഇല്ല കേട്ടോ. മറ്റേലൊക്കെ എനിക്ക് നല്ലോണം ബൗണ്ടി ഉണ്ടായിരുന്നു. 1,900,000 ഒക്കെ ഉണ്ടായിരുന്നു. കുറവാണെന്നറിയാം, എന്നാലും അത്യാവശ്യത്തിനുണ്ടായിരുന്നു. 1000 ലെവലിന് അതൊക്കെ കുറവാണെന്നറിയാം എനിക്ക്. പക്ഷെ ഞാനങ്ങനെ ബോസിനെ കൊന്നിട്ടൊന്നും ബൗണ്ടി എടുക്കാറില്ല. ഞാൻ മറ്റേ ഈ പ്ലെയേഴ്സിനെ കൊന്നിട്ട് മെയിനായിട്ട് ബൗണ്ടി എടുക്കുന്നത്. ഓക്കെ ഓക്കെ 700 ഡാമേജ് എടാ. ഓക്കെ 700 ഡാമേജ്. ഓക്കെ, കുറേ ഡാമേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ പ്രശ്നം, അവരെ അവസാനം ഓടിപ്പോടാ. കണ്ടോ, അടുത്തെത്തിയത് ഓടിപ്പോയി. കണ്ടോ, ഓടി അവൻ ചാടി ഓടി മറിഞ്ഞ് കുത്തി താഴെ കിടന്നു. കണ്ടോ, ഇതൊക്കെ എങ്ങനെ പിടിക്കാനാണ് ഞാൻ. എന്നിട്ട് അവസാനം ഫുൾ ഹെൽത്ത് ആകുമ്പോൾ താഴത്തോട്ട് ഇറങ്ങും. ഫുൾ ഹെൽത്ത് അല്ല, അത്യാവശ്യത്തിന് ഹെൽത്ത്. എവിടെയാണിവൻ? പക്ഷെ അതിലൊക്കെ ഒന്നും കേറില്ല. പക്ഷേ അതൊക്കെ ഒന്ന് അറ്റാക്കൊക്കെ ലാൻഡ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ജയിക്കേണ്ട സമയം കഴിഞ്ഞ്. ഇത് കണ്ടോ, കുറേ നേരം പിടിക്കണല്ലേ ഗെയിം. ഇവനിത് എവിടെയാന്നാ ഞാൻ ഈ ഫുൾ ടൈം നോക്കിക്കൊണ്ടിരിക്കണത്. ആ ബ്ലേഡിൻ്റെ ഫ്ലൈറ്റ് വെച്ച് പറന്നു പോയിക്കൊണ്ടിരിക്കുക. ആണല്ലേ. ഓക്കെ, അടുത്ത തറായി എവിടെ? താത്തോട് ഇറങ്ങിയിട്ടുണ്ടാവേ ഫുൾ ഹെൽത്തായിട്ട്. എടാ കൊല്ലായിരിക്കുമായിരുന്നു, ഓടിപ്പോയി. എന്നാലും കുറച്ചെങ്കിലും ക്രെഡിറ്റ് തന്നെ. ഇത്രയും ലെവലിലാണ് 220 ഇതുള്ള ഒരാളെ ഞാൻ കൊല്ലാൻ നോക്കി അടുത്തെത്തിയത്. അപ്പം എന്നെ നൂബെന്ന് പറയാനൊന്നും പറ്റത്തില്ല, ഞാനും പ്രൊഫഷണൽ തന്നെയാണ്. അവസാനമാകുമ്പോൾ ഇങ്ങോട്ട് കയറി വരും, അതെനിക്ക് തീരെ ഇഷ്ടപ്പെടാതിരുന്നത്. മേളിൽ സ്കൈ ഐലൻഡ് ആണല്ലേ. ശേ, ഓക്കെ മാച്ച് ഓവർ. ഗുഡ് ഗെയിം. ശേ, എന്തായാലും ഗൈസ് വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടാനാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ് അടിക്കാൻ മറക്കരുത്. ഇനിയും PvP റിലേറ്റഡ് കോണ്ടന്റ് ആയിട്ട് വന്നുണ്ടെങ്കിൽ എന്തായാലും സബ് അടിച്ച് കമൻറ്റിൽ പറയാം. PvP റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് വേണമെന്ന്. എന്തായാലും സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത്. അവനെന്നെ കൊന്നേം ചെയ്യൂ. അപ്പോൾ എന്തായാലും വേറെ വീഡിയോ തന്നെയായിരിക്കും. അതുവരെ
ബൈ